ഹലോ, അപ്പൊ നമ്മൾ കട്ടിങ്ങിന്റെ വീഡിയോ ഇട്ടായിരുന്നു. ഈ ടോപ്പ് തയ്ക്കുന്നതിന്റെ കട്ടിങ്ങിന്റെ വീഡിയോ ഇട്ടു. അപ്പൊ നമുക്ക് ഇനി അത് സ്റ്റിച്ച് ചെയ്യാം അല്ലെ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് കഴുത്തെടുത്തേക്കാം. ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് സെയിം ആയിട്ട് വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് പീസ് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ തയ്ച്ചു കഴിഞ്ഞിട്ട് ബാക്കിൽ 2 ഡാട്ട് ഇടണം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടും ബാക്കും തിരിച്ചറിയണം. ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുത്തു. ഇതിന്റെ മിഡിലായിട്ടാണ് കണ്ടോ. ഈ മിഡിൽ ഒരു കട്ട് കൊടുത്തു. കട്ട് കൊടുത്തിട്ട് ഇതാണ് ഫ്രണ്ട് വശം, ഇത് ഫ്രണ്ട് വശം, അല്ല ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഈ നൈറ്റി പീസ് ഒക്കെ എന്ന് പറയുമ്പോൾ വലുതായിട്ട് അറിയാൻ പറ്റില്ല. എന്നാലും ഇത് ഫ്രണ്ട് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ കഴുത്ത് ഫിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കഴുത്ത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് ടോട്ടൽ കഴുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കണം. അതായത് ഈ ഹോള് നടുക്ക് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. ഇത് ഞാൻ തേച്ചൊട്ടിച്ചില്ല, തയ്ക്കുവാണേ. അപ്പൊ നമുക്കിതിപ്പോ ഇറക്കം എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചേ ഉള്ളു. അപ്പൊ 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയാണ്, കൂടുതലല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പിന്ന് വെച്ചിട്ട് വേണമെങ്കിൽ തയ്ക്കാം, കുഴപ്പമില്ല. തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 പിന്ന് വെച്ച് നീങ്ങി പോകാതിരുന്നാൽ മതി. തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേച്ചെടുക്കാം. നമുക്ക് തയ്ച്ച് ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ചിട്ട് തേച്ചെടുക്കാം. അപ്പൊ നമ്മളിതാ ഇതുപോലെ 2 പിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ തയ്ക്കുന്ന സൈഡിൽ കൊടുക്കല്ലേ, അപ്പുറത്തെ സൈഡ് വേണം, അല്ലെങ്കിൽ ഇളക്കി കുത്തി കൊടുക്കണം. നിങ്ങൾ 2 പിന്ന് കൊടുത്തു. 2 എന്ന് പറഞ്ഞാൽ 4 പിന്ന് വേണമെങ്കിൽ കൊടുക്കാം, 4 സൈഡിൽ. അപ്പൊ നീങ്ങി പോകത്തേ ഇല്ല. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെച്ചു, കണ്ടല്ലോ. ഇതുപോലെ ഇപ്പൊ നമുക്കിവിടെ 1 ഇഞ്ചാണ് പോയിട്ടുള്ളത്. ഈ തയ്യൽ തുമ്പും ഇവിടെ തയ്ക്കാനുള്ളതും കൂടെ ചേർത്ത് 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടാണ് തയ്ക്കുന്നത്, കണ്ടോ. 1 ഇഞ്ച്. അപ്പൊ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അതൊരു 3/4 ഇഞ്ചൊക്കെ വരത്തുള്ളൂ, കേട്ടോ. അപ്പൊ നമുക്കിതിനെ ഇതിന്റെ പുറത്തുകൂടെ ഒന്ന് തയ്ക്കാം. അതായത് നമ്മൾ തയ്ക്കുന്നത് ഇതിന്റെ ഈ എൻഡിൽ കൂടെയാണ്. അകത്ത തയ്യല്, അകത്ത കട്ടില്ലേ, ഇതിനകത്തൂടെയാണ് തയ്ക്കാനുള്ളത്. ഇവിടെ തയ്ക്കരുത്. ഇവിടെ തയ്ക്കുമ്പോൾ നൈറ്റിയില് ഡ്രസ്സിൽ പുറത്ത് തയ്യൽ വരും. ഇതാകുമ്പോൾ നമുക്ക് ലൈനിങ്ങിന്റെ അടിയിൽ അങ്ങ് പൊക്കോളും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ തയ്ച്ചെടുക്കാം. കഴുത്തിലൊരിക്കലും നമുക്ക് തുണിയിട്ട് മറിച്ചടിക്കാൻ ഈ ലൈനിങ് ഇട്ട് മറിച്ചടിക്കാൻ പറ്റത്തില്ല. തുണി വെച്ച് തന്നെ അടിച്ചു കൊടുക്കണം, കേട്ടോ. കാരണം അത് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്ക് കോള് മറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് മറിച്ചെടുക്കാൻ പറ്റില്ല. അതല്ല, കഴുത്ത് മറിച്ചെടുക്കുകയാണെങ്കിൽ കോളിൽ നമ്മൾ വേറെ തുണി വെച്ച് അടിച്ചു കൊടുക്കണം. അതിനേക്കാൾ എളുപ്പം കോള് ലൈനിങ് വെച്ച് മറിച്ചെടുക്കുന്നതിന് നല്ലത്. അപ്പൊ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തയ്ക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ തച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇതിനകത്തിന് ഈ ഹോളങ്ങ് വെട്ടിക്കളയാം. ഹോള് തയ്യൽ തുമ്പിട്ടിട്ട് വേണം വെട്ടാന്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമ്മള് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഹോള് കണ്ടല്ലോ, ഹോളുണ്ട്. അപ്പൊ നമ്മള് ഹോളടിച്ച് എന്നിട്ട് നമുക്ക് ഇതിനെ ലൈനിങ് വെച്ച് മറിച്ചടിക്കാം. ഈ ലൈനിങ് വെച്ചിട്ട്, ഈ ലൈനിങ് ഈ വശത്തല്ല, നല്ല വശത്ത് വെച്ച് അടിക്കണം. ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട്, കഴുത്തല്ല അടിക്കേണ്ടത്, ശ്രദ്ധിച്ചോണം. ലൈനിങ് നല്ല വശത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മുട്ടുപിന്ന് കൊടുക്കണം. അതായത് ഈ ഷോൾഡറിൽ മുട്ടുപിന്ന് വെക്കണം, ഈ ഷോൾഡറിൽ മുട്ടുപിന്ന് വെക്കണം, കറക്റ്റ് പിടിച്ചിട്ട്, കേട്ടോ. പിന്നെ നമ്മൾ വെക്കേണ്ടത് ഈ കൈക്കുഴിയിലൂടെ മുട്ടുപിന്ന് വെക്കണം. ഈ കൈക്കുഴിയിലൂടെ മുട്ടുപിന്ന് വെക്കണം. അപ്പൊ 4 മുട്ടുപിന്ന് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്, കേട്ടോ. 4 മുട്ടുപിന്ന് വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം. ഒന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, കണ്ടല്ലോ. ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, കണ്ടല്ലോ. ഇങ്ങനെ കിട്ടി. നമ്മൾ ഇനി ഇതിനെ വെച്ചിട്ട് ഈ ഹോള് കറക്റ്റ് ആയിട്ട് ലൈനിങ് ചേർത്ത് അടിക്കാം. ലൈനിങ് നീങ്ങി പോവരുത്. നിങ്ങൾക്ക് ഇനി മുട്ടുപിന്ന് വേണമെങ്കിൽ അങ്ങനെ വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പശ വെച്ച് ഒട്ടിച്ച പിന്നെ ഇളക്കാൻ പാടാണ്. പക്ഷെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഈ മുട്ടുപിന്ന് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ മുട്ടുപിന്ന് വെച്ച് ആവശ്യത്തിന് മുട്ടുപിന്ന് ചേർത്ത് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിവിടെ ഈ ഹോള് തച്ചെടുക്കാം. ഹോള് നല്ല കറക്റ്റ് ആയിട്ട് ആ ഷേപ്പിന് തന്നെ തച്ചെടുക്കണം, കേട്ടോ. നമ്മൾ തുണി വെട്ടിക്കുന്ന ഷേപ്പല്ല, നമ്മുടെ ക്യാൻവാസ് വെട്ടിയ ഷേപ്പിന് തച്ചെടുക്കണം. മറ്റേത് അങ്ങനെ കിടന്നാൽ അറിയില്ല, അതിനകത്ത് കിടന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ തച്ചെടുത്തു. അപ്പൊ ഇനി നമുക്ക് ഈ ലൈനിങ് അങ്ങ് വെട്ടിക്കളയാം. ഈ ലൈനിങ് നമ്മൾ വെട്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇതിന്റെ ഈ മുക്ക് കറക്റ്റ് ആയിട്ട് തയ്യലിന്റെ കുറച്ച് ഇപ്പുറത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടുക. എന്തെന്നറിയാമോ, ആ മുക്ക് നൂന്ന് വരാൻ വേണ്ടിയിട്ടാണ് 4 വെട്ട് കൊടുക്കുക. 4 സൈഡിലും വെട്ട് കൊടുക്കുക. അപ്പൊ വെട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഹോളിൽ കൂടെ എങ്ങനെ നൂത്തെടുക്കുമെന്നല്ലേ, നൂത്തെടുക്കാം, കേട്ടോ. ഇതിനെ നമ്മൾ ഈ മുട്ടുപിന്നെല്ലാം എടുത്ത് അങ്ങ് മാറ്റണം. മുട്ടുപിന്നിന് നമുക്ക് വേണ്ട, ഇപ്പൊ വേണ്ട.
മുട്ടുപിന്ന് മാറ്റി നമ്മൾ മുട്ടുപിന്ന് മാറ്റിയിട്ട് ഇത് ഒന്നുകിൽ ഇത് അങ്ങ് ഉള്ളിലോട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഇത് ഉള്ളിലോട്ട് എടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഈ ഹോളിൽ കൂടെ എടുക്കാൻ പറ്റുന്നത് അതെടുക്കുക. ഈ ഹോളിൽ കൂടെ അടിയിലത്തെ പീസ് വലിച്ചെടുക്കുക. പോരും, കേറിപ്പോവരുത്, പതുക്കെ വലിച്ചെടുക്കണം. നമ്മളിങ്ങനെ വലിച്ചെടുത്തു, കണ്ടല്ലോ. വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയതല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനിങ് കൃത്യമായിട്ട് ഈ നമ്മുടെ ടോപ്പിന്റെ പീസിലൂടെ ചേർത്ത് വെച്ച് അടിക്കുക. ഇതൊന്നും ഇല്ലാതെ, അതായത് ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ ഇതിൽ ചേർത്ത് വെച്ച് അടിക്കുക. നിങ്ങൾ കണ്ടോ, അടിക്കാതെ തന്നെ ആ ഹോള് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ, നല്ല ഷേപ്പിൽ ആ ഹോള് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ ഈ ലൈനിങ് ചേർത്ത് വെച്ച് അടിക്കുക. ഇനി നമുക്ക് ഈ കഴുത്ത് മറിച്ചിട്ട് അടിച്ചെടുക്കാൻ പാടാണ് കേട്ടോ. അപ്പൊ തുണി വെച്ച് തന്നെ അടിക്കണം, അതല്ലെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറത്തില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഹോളിന്റെ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഒരു ചുറ്റും മുത്ത് വെച്ച് കൊടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ എംബ്രോയിഡറി പൂക്കൾ പിടിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഹോളിൽ. ഇതിപ്പോ നമുക്കൊന്നും വേണ്ട. ഈ സൈഡിൽ കൂടെ, അതായത് ഇതിൽ കൂടെ ഒരു ബോർഡർ പോലെ അവിടെ നല്ല ചുറ്റും നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. മുത്ത് വെച്ച് ചെയ്യുകയോ, ഗോൾഡ് മുത്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുത്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ ചെറിയ പൂക്കൾ തച്ച് കൊടുക്കുകയോ, ചെറിയ ലേസ് പിടിപ്പിക്കലോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അതിൽ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം. ഞാനിതിപ്പോ ഫുൾ വീഡിയോ കാണിക്കുകയാണ്, കാരണം നിങ്ങൾ ഇനി കണ്ടില്ല എന്ന് പറയല്ലേ. അതുകൊണ്ട് ഞാൻ ഇത്ര നീളം കൂടിയാലും വേണ്ടില്ല, ഇത് തയ്ക്കുന്ന ഫുള്ള് വീഡിയോ ഇടുവാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ തയ്ച്ചു കഴിയുമ്പോൾ പറയാം, അയ്യോ അത് കാണിച്ചില്ല ഇത് കാണിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ്, ഞാൻ ഒരു ടോപ്പാണിത്, നമ്മൾ ലേഡീസിനെല്ലാം അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇതല്ലേ ടോപ്പ്. അപ്പൊ നമുക്ക് ഈ ടോപ്പ് തയ്ക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുവാണ്. നിങ്ങൾ ദയവ് ചെയ്തത് ഇത്രയും കാണുക, എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പൺ വരെ നമ്മൾ അടിച്ചു വെക്കണം. ഓപ്പൺ വരെ അടിച്ചു വെച്ചാൽ മതി. ഓപ്പൺ നമുക്ക് 19 ഇഞ്ചാണ് വേണ്ടത്. ഓപ്പൺ ഫിറ്റ് എന്ന് പറയുമ്പോൾ 40 ഇഞ്ച്, ചെസ്റ്റ് വണ്ണം 39 ഇഞ്ച്, ഫിറ്റ് വണ്ണം 32 ഇഞ്ച്. ഇത്രയാണ് ഇതിന്റെ അളവ്. പിന്നെ കൈനീളം എന്ന് പറഞ്ഞാൽ കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് അത് ചുരുങ്ങി കിടന്നോളും. നമ്മളിങ്ങനെ ഇതിൽ അടിച്ചെടുത്തു. ഇത് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈനിങ് ചെറുതും തുണി വലുതുമായിട്ട് കിടക്കരുത്, രണ്ടും ഒരേപോലെ കിടക്കണം. ഇത് പക്ഷെ ഈ ലൈനിങ് ചുരുങ്ങും കേട്ടോ. ചുരുങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തേച്ചില്ലെങ്കിൽ ഈ ലൈനിങ് ചെറുതായിട്ടും ടോപ്പിന്റെ തുണി വലുതായിട്ടും കിടക്കും. പക്ഷെ തേച്ചെടുക്കുമ്പോൾ പിന്നെ അത് റീപ്ലേസ് ആയിക്കോളും. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് ഒരു അടി അടിച്ചെടുക്കാം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ തയ്യലൊന്നും കാണത്തില്ല കേട്ടോ. തയ്യൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആ ലൈനിങ് തള്ളി വരും, കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ആ ലൈനിങ് തള്ളി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു തയ്യൽ കൊടുക്കുന്നത്. അവിടെ ഒരു കെട്ടിട്ട് കറക്റ്റാ വെട്ടിയെടുക്കാം. അതുപോലെ ഇതിന്റെ ഇവിടെ വരുമ്പോ ഈ തയ്യലിന്റെ നൂലൊന്നും ബാലൻസ് കിടക്കാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് അല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് വെച്ചൊന്ന് ചെറുതായിട്ട് ഒരുക്കി കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഈ ബാലൻസ് അങ്ങ് പോകും. അപ്പൊ ഇതിന്റെ നൂലൊന്നും ബാലൻസ് കിടക്കത്തില്ല കേട്ടോ. വേണ്ട, നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു ചുറ്റും നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലൈനിങ് തള്ളി വരത്തില്ല. അപ്പൊ നമുക്കിത് ഫ്രണ്ട് പീസാണ്. ഈ കഴുത്ത് പോയിട്ട് ബാക്കിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കഴുത്തും കൂടെ വേണമെങ്കിൽ തുണി വെച്ച് അടിച്ച് മറിച്ചെടുത്ത് വയ്ക്കാം. നമുക്കിത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്ക് പീസ് അടിച്ചിട്ട് വരാം. ഇനി ബാക്ക് പീസും അതുപോലെ തന്നെയാണ്. നമുക്കിവിടെ ഒരു വെട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ വീഡിയോ അടിച്ച് കളയുന്നില്ല. കറക്റ്റായിട്ട് ഞാൻ വെച്ച് എടുക്കുവാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ.
ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ എത്ര സമയം എടുത്താലും ഫുൾ വീഡിയോ ഇടുവാണേ. അപ്പൊ ഇത് അകവശമാണ്. നമുക്കിവിടെ വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 3/4 ഇഞ്ച് ബാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇച്ചിരി ഇറങ്ങിയാലും കുഴപ്പമില്ല, എന്നാലും ബ്രാക്ക് ഉള്ളിൽ കിടക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് ഒരു ത്രികോണ ഷേപ്പാണ്. ത്രികോണ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ വെച്ച് തയ്ക്കാം. അതുപോലെ നമ്മൾ പിന്ന് കൊടുക്കുന്നു, 4 പിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തയ്ക്കുന്നതിൻ്റെ അവിടെ കൊടുക്കരുതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ പിന്ന് ഇളക്കി മാറ്റുമ്പോൾ മാറിപ്പോവും. പക്ഷെ അതിൻ്റെ ഇപ്പുറത്തോട്ട് കൊടുക്കുക, അതായത് തയ്ക്കാത്ത സൈഡിലോട്ട് പിന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കണം, ഈ മൂലയ്ക്ക് കൊടുക്കണം, ഇവിടെ കൊടുക്കരുത്. ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ തയ്ക്കാൻ നേരത്തെ ഇളക്കി മാറ്റണം, അപ്പോഴത്തേക്ക് തുണി നീങ്ങിപ്പോവും. ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇളക്കേ വേണ്ട, തച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി കേട്ടോ. തേച്ചൊട്ടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല കേട്ടോ, അങ്ങ് തേച്ചൊട്ടിച്ചാൽ മതി. ഞാൻ തേക്കാൻ മടിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ കറണ്ടിന്റെ പ്രശ്നം പറഞ്ഞില്ലേ, പെട്ടെന്നൊന്ന് തയ്ക്കണം. എനിക്ക് ഇതിന്റെ കൂടെ 3 ടോപ്പ് ഉണ്ട്, ആ 3 ടോപ്പും കൂടെ ഇന്നൊരു 3 മണിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഉള്ള സമയത്ത് തയ്ച്ചെടുക്കണം, കറണ്ട് പോകുന്നുണ്ടേ തയ്ച്ചെടുക്കണം. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുന്ന എളുപ്പമാണ്, പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് തേക്കും. നിങ്ങൾ തേച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ മുട്ടുപിന്നൊന്നും വെക്കണ്ട, പക്ഷെ എന്നാലും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ തേക്കാം, മുട്ടുപിന്ന് വെച്ചാലും നീങ്ങത്തില്ല. ഒരു കെട്ടിട്ട് വേണം എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് നൂല് പൊളിഞ്ഞു പോകുമ്പോ ആ ഹോളിന്റെ അവിടെ തുണി അളവി കിടക്കും. ഇത് നമ്മൾ ഈ പിന്നെല്ലാം അടിച്ചു കഴിഞ്ഞു. ഈ പിന്നെല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്നു. ഇതിനകത്തുള്ള പീസ് കട്ട് ചെയ്യുന്നു. അത് കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, അതങ്ങ് ലൈനിങ്ങിന്റെ ഉള്ളിൽ പോകും. അത് കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അവിടെ നിന്ന് നൂലൊന്നും ഇളകി പോകത്തില്ല. ഇച്ചിരി കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല. ആ തുമ്പ് മാത്രം വെട്ടിയിട്ട് കൊടുത്താൽ മതി. നമുക്കിതിലും ലൈനിങ് വെച്ച് മറിച്ചടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ എങ്ങനെ അടിച്ചോ അതുപോലെ ഇവിടെ പിന്ന് കൊടുക്കുന്നു. 4 പിന്ന് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നു. പിന്ന് കൊടുത്തു. ഇതൊക്കെ കറക്റ്റായിട്ട് ലൈനിങ് വെട്ടിയാലേ നമുക്ക് ഇങ്ങനെ മുട്ടുപിന്ന് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ലൈനിങ് ഒരെണ്ണം ഇറങ്ങിയും കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നൊക്കെ കുത്തുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഒരറ്റം പിടിച്ചു കൊടുക്കുക, വലിച്ച് പിടിച്ച് നോക്കണം കറക്റ്റ് ആണോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ അടിക്കുക. നിങ്ങൾ കെട്ടിട്ട് തന്നെ അടിക്കുകയും വേണം, കെട്ടിട്ട് തന്നെ നിർത്തുകയും വേണം. കാരണം ഇതിന്റെ എവിടെയെങ്കിലും ഒരു നൂല് ഇളകിപ്പോയാൽ പിന്നീട് മറിച്ചിട്ട് തയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഒരു പ്രാവശ്യം മാത്രമേ തയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ കെട്ട് ലാസ്റ്റ് വരുമ്പോഴും ഫസ്റ്റ് വരുമ്പോഴും കെട്ടിട്ട് തന്നെ തയ്ച്ചെടുക്കണം. ആ നൂല് പൊളിഞ്ഞു പോകരുത്. പിന്നെ ഇതിന്റെ പുറത്തൂടെ ഒരടി അടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകത്തില്ല. പക്ഷെ എന്നാലും അകത്ത് നൂലിളവി വരാതിരിക്കണമെങ്കിൽ, തുണിയിലെ നൂലിളവാതിരിക്കണമെങ്കിൽ നമുക്ക് കെട്ടിട്ട് തന്നെ അടിച്ചെടുക്കണം. ചില തുണികൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. പുറത്തുള്ള തയ്യലൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഒരു കെട്ടിട്ട് എടുക്കണം. അറിയാമല്ലോ, നമുക്ക് ഇങ്ങനത്തെ സ്പീഡ് മെഷീനിലൊക്കെ, അതായത് ഈ പവർ മെഷീനിലൊക്കെ കെട്ടിടാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കെട്ടിടുന്നത് എങ്ങനെയാണെന്നല്ലേ. ഇവിടെ ഒരു ഇതുണ്ട് ഹാൻഡിൽ, അതിൽ പിടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ മേലോട്ടും താഴോട്ടും ഇങ്ങനെ വരും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. ഒരു പിടി പിടിച്ചു കൊടുത്താൽ മതി. പക്ഷേ ചെറിയ മെഷീനിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കിയെടുക്കണം അല്ലേ. അങ്ങനെ വേണ്ട. ഇതിൽ നമുക്ക് ആ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് അത് പിടിക്കുമ്പോൾ തന്നെ മേലോട്ടും താഴോട്ടും വരും. നമ്മൾ 4 ചുറ്റും കട്ട് ചെയ്ത് വെച്ചു. ഇനി മറ്റതുപോലെ തന്നെ ലൈനിങ്ങിന്റെ ഉള്ളിലൂടെ കയറ്റി വരാം. മുട്ടുപിന്നെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ലൈനിങ് അതിന്റെ ഉള്ളിലൂടെ കയറ്റിയെടുക്കാം. മറ്റേ നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെ അടിച്ചോ അതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ലൈനിങ് ഇത് മറിച്ചെടുക്കാൻ നിങ്ങൾ ആദ്യമേ ഇതിന്റെ എൻഡിന്ന് പിടിക്കുക. ഇങ്ങനെ എൻഡിന്ന് പിടിച്ച് ഇങ്ങനെ എടുക്കുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോരും. കണ്ടല്ലോ, എൻഡിന്ന് പിടിക്കുക. നടുക്കുന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത് ലൈനിങ് കട്ടി കുറഞ്ഞ ലൈനിങ് ആണ്, വലിച്ചു പിടിച്ചാൽ കീറി പോകുവേ. നമ്മളിങ്ങനെ ആ ഹോളും വെച്ചെടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് വെച്ചിട്ട്
ഇത് വെച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഒരുമിച്ച് കഴുത്ത് റൗണ്ട് ചെയ്ത് അടിച്ചാൽ മതി. കാരണം കഴുത്തിൽ തുണ്ട് വെച്ച് അടിച്ചാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് റൗണ്ട് ചെയ്തെടുത്തത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തടിക്കാം. അപ്പൊ ആ ഷോൾഡർ വെളിയിൽ കാണാതിരിക്കും. അവിടെ നിങ്ങൾ കെട്ടിട്ടെടുക്കണം. നമ്മളിങ്ങനെ കവർ ചെയ്തടിച്ചതാണ്. ഇത് കവർ ചെയ്തടിച്ചതാണേ. അപ്പൊ ഇവിടെ നിങ്ങൾ കവർ ചെയ്തടിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്തടിക്കാം. നമ്മളിത് കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ കഴുത്ത് ഇതിന്റെ പുറത്തുകൂടെ ഒരടി അടിച്ചെടുക്കാം. ആ കഴുത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കഴുത്ത് അടിക്കാതെ ആദ്യം കവർ ചെയ്തത്. നമ്മൾ ലൈനിങ്ങും ഈ തുണിയും ഒരുപോലെ വെട്ടിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്യാൻ വലിയ പാടാണ്. ഈ ഹോളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പിന്നെ വലിയ പാടാണ് കേട്ടോ. ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുത്തൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാം. കഴുത്ത് കൈക്കുഴിയൊക്കെ ശകലം കട്ട് ചെയ്തെടുക്കാം. പക്ഷെ എന്നാലും കഴുത്തിന്റെ അകലം നമ്മൾ ആദ്യമേ കറക്റ്റായിട്ട് പിടിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ കോണൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണം, അളവെടുത്ത് കട്ട് ചെയ്തിട്ട് വേണം തയ്ക്കാനിരിക്കാൻ കേട്ടോ. ആദ്യം നിങ്ങൾ ലൈനിങ് വെട്ടിയെടുക്കാന്ന് വെച്ചാൽ ലൈനിങ് വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിനുള്ള തുണി ഉണ്ടെങ്കിലേ ലൈനിങ് ആദ്യം വെട്ടിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല പീസ് ആദ്യം വെട്ടിയെടുക്കണം. കാരണം നമുക്ക് ലൈനിങ് വെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇറക്കം കണ്ട ഒരു 10 ഇഞ്ചോളം മുകളിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ എടുത്താൽ കറക്റ്റായി കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നല്ല വശം വെട്ടിയെടുക്കണം. നല്ല വശം നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ല വശം വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം അത് വെച്ചിട്ട് ലൈനിങ് വെട്ടാം. പിന്നെ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൾട്ട് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ ആദ്യം ലൈനിങ് വെട്ടണം, എന്നിട്ട് നല്ല പീസ് വെട്ടണം. നമ്മളിത് ഓപ്പണിന്റെ അതുവരെയാണ് ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ച് അടിക്കുന്നത് കേട്ടോ. ഓപ്പണിന്റെ താഴോട്ട് അടിച്ചിട്ടില്ല. അത് നമുക്ക് പിന്നെ അടിച്ചോളാം തയ്ച്ചതിന് ശേഷം. അതായത് ഓപ്പൺ അടിക്കാൻ നേരത്തെ നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിവിടെ ഓപ്പണ് സ്ലിറ്റൊക്കെ അടിക്കുന്ന ആളാണ് ഈ ബാക്കി ഇരിക്കുന്നത് കേട്ടോ. പാൻറ്, ചുരിദാറിന്റെ പാൻറ്റൊക്കെ പുള്ളി അടിച്ചോളും, റിപ്പയർ ഒക്കെ ചെയ്തോളും. എനിക്ക് ഈ ടോപ്പിന്റെ മുകൾ വശം അടിച്ചു കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പുള്ളിക്കാണ് കേട്ടോ. എനിക്കൊരാളുണ്ട്, പക്ഷെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ബാക്കിലിരിക്കുന്നത്. ചേച്ചി എന്നെ പിടിക്കല്ലേ എന്ന് പറയും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ബൈ ചാൻസിൽ കണ്ടുപോകുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ബാക്കി ജോലിയൊക്കെ പുള്ളി ചെയ്തോളൂ. ഇത്രയും ഞാൻ അടിച്ചിട്ട് കൊടുത്ത് സ്ലിറ്റിന്റെ അതുവരെ അടിച്ചു വെച്ച് കൊടുത്താൽ മതി. അവൾ ടോപ്പ് അടിക്കും, പക്ഷെ എന്നാലും ഞാനങ്ങനെ കസ്റ്റമറുടെ ടോപ്പൊന്നും അങ്ങനെ അവൾക്കുള്ള സ്വന്തം കാര്യത്തിനൊക്കെ അടിച്ചു. പിന്നെ അല്ലാതെ ചിലതൊക്കെ ഞാൻ കൊടുക്കും. പക്ഷെ എങ്കിലും അവൾക്ക് ചെയ്യാൻ വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ഈ ഹോളൊന്നും അടിക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ ബാക്കിയൊക്കെ ചെയ്താൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ബാക്കി അവള് ചെയ്തോളും. പാൻറ് ഞാൻ ചുരിദാറിന്റെ ടോപ്പ് അടിക്കുമ്പോൾ പാൻറ് അവൾ അടിച്ചോളും. പേര് രാജി എന്നാണ്. ഇവിടെ അടുത്തുള്ള തന്നെ. ഇവിടെ 2 വർഷം കഴിഞ്ഞല്ലേ രാജി? 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു, അത് പോയി. അത് ഇപ്പൊ വേറെ എവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് ബാക്ക് പീസ്, ഇത് ബാക്കിലെ ഹോള്, ഇത് ഫ്രണ്ടിലെ ഹോള്. അപ്പൊ നമുക്ക് ഇനി ബാക്കിൽ 2 ഡാട്ട് കൂടെ അങ്ങ് എടുക്കാം അല്ലേ? 2 ഡാട്ട് വേണം കേട്ടോ, എങ്കിലേ ഒതുങ്ങിയിരിക്കത്തുള്ളൂ. ടോപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിൽ 2 ഡാട്ട് എടുക്കണം. ഡാട്ട് എടുക്കണം അറിയാലോ. നല്ല 11 ഇഞ്ചിന് താഴെ എടുക്കാൻ ഡാട്ട്. അത്യാവശ്യം നീളം കുറഞ്ഞ കുട്ടിക്കാണെങ്കിൽ ഒരു 10 ഇഞ്ചൊക്കെ മതി. ഇത് പുല്ല് തുടങ്ങി 8 ഇഞ്ച് നീളം എടുക്കണം. അപ്പം 18 ഇഞ്ചിന് തീരും. അതായത് നിങ്ങൾ എപ്പോഴും ഡാട്ട് എടുക്കുമ്പോൾ കൈക്കുഴിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി, അല്ലെങ്കിൽ 5 ഇഞ്ച് താഴ്ത്തി, 4 ഇഞ്ച് മതി. കൈക്കുഴിന്റെ ഈ വെട്ടിന്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി ഡാട്ട് എടുക്കണം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നുകിലും മുകളിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് താഴ്ന്നു പോകും. അപ്പൊ നിങ്ങൾ കൈക്കുഴിയിൽ അവിടെ നിന്ന് 4 ഇഞ്ച് താഴ്ത്തി എടുത്താൽ മതി. അപ്പൊ കണക്കായിരിക്കും.
അപ്പൊ നമ്മുടെ ഈ ബ്രസ്റ്റ് ഭാഗത്തിന്റെ താഴെ നിൽക്കും ഡാട്ട്, ബാക്കിലായിരുന്നാലും. അതാണ് ഡാട്ട് എടുത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് നല്ല ഇടുപ്പ് നല്ല ഒതുങ്ങി കിട്ടും ഡാട്ട് എടുക്കുമ്പോൾ. 2 ഡാട്ട് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മള് ഇത് ഇത്രയും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കഴുത്തടിക്കാം. കഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോസ് പീസ് ആണ് വെട്ടേണ്ടത്. കഴുത്ത് വെട്ടാൻ അറിയാമല്ലോ. നമുക്ക് ഇങ്ങനെ പിടിക്കുക, കോണോട് കോണ് ചേർത്ത് വെട്ടുക. അതായത് ഇങ്ങനെ കോണിട്ട് വെട്ടുക. അപ്പൊ നമുക്ക് ഫ്ലെക്സിബിൾ ആവും. നമുക്ക് കഴുത്തടിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്കിതൊരു 3/4 ഇഞ്ച് വീതിക്ക് അടിച്ചെടുത്താൽ മതി. 1/2 ഇഞ്ച് മതി കഴുത്തിന് വീതി കേട്ടോ. 1/2 ഇഞ്ച് നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു 3/4 ഇഞ്ചിന്റെ കഴുത്ത് പീസുകൾ വെട്ടാം. ഒരു 3 പീസ്, ഇതിന്റെ ഒരു 3 പീസ് മതി. അതിപ്പോ നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കളയുക, തികഞ്ഞില്ലെങ്കിൽ ഒരു പീസ് കൂടെ എടുക്കുക. അതിനൊന്നും നിങ്ങൾക്ക് അളവൊന്നും തരാൻ പറ്റത്തില്ല, കാരണം അതൊക്കെ നമ്മൾ ആവശ്യത്തിന് വെട്ടിയെടുക്കുക. ഇതിപ്പോ ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിങ്ങനെ വരുമ്പോ നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവും കേട്ടോ. അപ്പൊ ഇനി ഇത് തയ്ക്കുന്ന രീതിയാണ് പ്രശ്നം. കാരണം ഇങ്ങനെ നേരെയല്ല, ക്രോസ് ആയിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിച്ച് തയ്ക്കണം, എന്നാലേ അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പീസും അങ്ങനെ പിടിച്ചടിക്കാം. എല്ലാവരും ഈ ക്രോസ് അടിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു പീസ് കിട്ടി. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഞാൻ അത്രയും എടുത്തന്നേ ഉള്ളൂ. ഇത് നമ്മൾ എല്ലാവരും തയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പിടിച്ച് ഇങ്ങനെ തയ്ക്കാറുണ്ടല്ലേ, ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ഉരുട്ടി അടിക്കാറുണ്ട്. ഇത് ഇത്രയും ഞാൻ നീളത്തിനെടുത്തത് 2 കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടാണ് നമ്മൾ കഴുത്തിന് വെച്ച് അടിക്കുന്നത് അല്ലേ, ഇത് ഇങ്ങനെ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇനിയുള്ള ഭാഗം നിങ്ങൾ നോക്കുക. ഇവിടെ പിടിച്ചിട്ട് ഈ സൈഡ് നമ്മൾ വലിച്ചു പിടിച്ചു കൊടുക്കുക. തയ്ക്കുന്ന സൈഡ്, അതായത് തുണിയിൽ വെച്ച് അടിക്കാനുള്ള സൈഡ് വലിച്ചു പിടിക്കരുത്. ഈ സൈഡ് വലിച്ചു പിടിക്കുക. അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. വലിച്ചു പിടിക്കുക, നല്ല വലിച്ച്, എത്രത്തോളം വലിച്ചു പിടിച്ച് തുണി കീറാതെ വലിച്ചു പിടിച്ച് തയ്ക്കാൻ പറ്റുമോ അത്രയും വലിച്ചു പിടിച്ചെടുക്കുക. അതിന് കിട്ടുന്ന ഫ്ലെക്സിബിൾ എല്ലാം വലിച്ചു പിടിച്ചിട്ട് തയ്ക്കുക. നെടുക്കി വെച്ച് നമ്മളിങ്ങനെ അടിക്കുക. ഇത്രയും മതി നമുക്ക്, വേണ്ട. അപ്പൊ നമ്മൾ ആദ്യം അടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടല്ലോ. ഇത്രയും ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മള് രണ്ടാമത് അടിച്ചതാണ് ഇവിടെ തൊട്ട് ഇങ്ങനെ, വളഞ്ഞു കിടക്കുന്ന വളഞ്ഞു കിടക്കുന്ന. ഇതെന്തിനാന്ന് വെച്ചാല് നമുക്ക് അതുവരെ വെട്ടിക്കളയാം. ഈ വളഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അടിച്ചത് വേണ്ട, നമുക്ക് അത് അടിച്ചാല് നമുക്ക് നേരെ കിട്ടത്തില്ല. ഈ വളഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ നമ്മളെ കഴുത്ത് ഇങ്ങനെ വളഞ്ഞല്ലേ വരുന്നത്. അപ്പൊ ഈ വളഞ്ഞ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരുമ്പോ ഇപ്പൊ തന്നെ അത് വളഞ്ഞു വരണ കണ്ടോ. അപ്പൊ നമുക്ക് കഴുത്തില് ചുളുക്കോ കുരുക്കോ ഒന്നും വരത്തില്ല. നമ്മൾ ഇവിടെ വലിച്ചു പിടിക്കല്ലേ കേട്ടോ. ഇവിടെ കറക്റ്റ് ആയിട്ട് പിടിച്ചെടുക്കുമ്പോ എന്നിട്ട് മറിച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ വളഞ്ഞ ഭാഗം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ എൻഡ് വരുന്നത് ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് പിടിക്കുക, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പിടിക്കുക, നടുക്ക് കഴുത്തിൽ നിന്ന് പിടിക്കരുത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അടിച്ച് മറിച്ചെടുക്കാനാണ്. ഇവിടെ നമ്മൾ വലിച്ചു പിടിക്കണ്ട കേട്ടോ. അപ്പൊ അതൊക്കെ പിടിച്ച് വെച്ചു കൊടുത്താൽ മതി. കാരണം മറ്റേന്റെ പീസിന്റെ കൂടെ ചേർത്ത് പിടിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ ഒരു ട്രിക്കാണ് കേട്ടോ. എന്റെ ട്രിക്കെല്ലാം ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. എല്ലാം ഞാൻ പറയും, വേണമെങ്കിൽ പഠിച്ചോ, ഞാൻ അധിക കാലം ഒന്നും ഇവിടെ തയ്ക്കാൻ പോണില്ല എന്ന് പറയും. പിന്നെ പഠിച്ചാൽ അവർക്ക് കൊള്ളാം. എന്നാലും ഇവള് കുറെയൊക്കെ പഠിച്ചു, കൈത്തയ്യലും കൊണ്ട് വന്നതാണ്. ഇപ്പം കുറെയൊക്കെ തയ്ക്കും. ഇതിന്റെ ഈ എൻഡ് വരുമ്പോൾ നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അവിടെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചാൽ മതി, അത് കോണ് പിടിച്ചടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കത് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചെടുത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ എൻഡ് കൂടെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമ്മളെ പതിവ് കലാപരിപാടി എന്താണ്, കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വളഞ്ഞു വരത്തില്ലേ. അവിടെ ഈ ലൈനിങ് ഇനി കയറിപ്പോരും. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇതിന്റെ പുറത്തൂടെ ഒരു അടി അടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കൈത്തേലൊന്നും വേണ്ട, ഇവിടെ നമുക്ക് ആ തയ്ച്ച് വെക്കാം. ഇപ്പൊ ഇങ്ങനെ വെട്ടി അങ്ങറ്റെല്ലാം വെട്ടി വെക്കണം. കത്തിരിയുടെ മുന കൊണ്ടുപോകണം വെട്ടാൻ കേട്ടോ, അല്ലെങ്കിൽ കത്തിരിയുടെ നടുക്ക് കയറ്റി വിട്ടാൽ നമ്മൾ അറ്റുപോകും, പിന്നെ തുണിയും കൂടെ കേടായി പോകും. എന്നിട്ട് ഇതിപ്പോ നമ്മളിങ്ങനെ ഈ ലൈനിങ്ങിൽ ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ എൻഡിൽ കൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ. ഒരെണ്ണം തയ്ക്കുന്ന വീഡിയോയും ഒരെണ്ണം കട്ട് ചെയ്യുന്ന വീഡിയോയും. ഇനി ടോപ്പ് കണ്ടില്ല എന്ന് ആരും പറയല്, ഞാൻ ഇതിൽ ഒട്ടും അടിച്ച് കളഞ്ഞിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഞാൻ ഒരു വീഡിയോ, ഇത് ഇത്രയും സമയം കൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് അടിച്ചതെന്നും കൂടെ ഓർക്കണം. കാരണം ഞാൻ കംപ്ലീറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം അത്രയും സമയമാണ് ഞാനൊരു ടോപ്പ് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ഈ സിഗരറ്റ് ലാമ്പിന് ഒരുപാട് ഉപയോഗമുണ്ട് കേട്ടോ നമുക്ക് ഈ തയ്യലിന്റെ കാര്യത്തിൽ. ഈ നൂലൊക്കെ കട്ട് ചെയ്ത് വിട്ടാൽ ആ നൂല് പൊളിയത്തുമില്ല, ആ നൂലൊന്ന് കുരുങ്ങി അവിടെ വന്ന് കെട്ടായി കിടക്കും. അപ്പൊ അതിന്റെ ബാലൻസ് ഒന്നും കാണത്തില്ല കേട്ടാ. നമ്മൾ അങ്ങനെ ആ നെടുക്കി പിടിച്ചടിച്ചത് കൊണ്ട് ഇത് വളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെയൊന്നും വേണ്ട, കഴുത്ത് നല്ല വളച്ച് തന്നെ വരും. അതെ, ഇങ്ങനെ വരും. ഇതേണ്ട തേക്കാതെ പോലും നല്ല വളഞ്ഞിരിക്കുന്നുണ്ടോ, കഴുത്ത് നല്ല ഷേപ്പായിട്ടിരിക്കുന്നുണ്ടോ, നല്ല ഷേപ്പായിട്ട്. ഒറ്റ അടി മതി കേട്ടോ, ഇനി ഒന്ന് തേച്ച് വിട്ട് കൊടുത്താൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതിന്റെ കൈ തച്ചെടുക്കാം. ഇനിയാണ് കൈയുടെ ജോലി. രാജി ഒന്ന് ലാസ്റ്റിക് എടുത്ത് തരുമോ? ചെറിയ ലാസ്റ്റിക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഇട. ഇത് നമുക്ക് ഇനി കൈ തണ്ട 2 പീസ് വീതമാണ് കേട്ടോ. നമുക്ക് ഈ നടുക്കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ലോക്കൊന്നും ചെയ്യണ്ട, കാരണം ഇത് വിളിമ്പ് വശമായതുകൊണ്ട് ലോക്ക് ചെയ്യണ്ട. നമ്മൾ തുണി തികയാത്തതൊക്കെ ഇങ്ങനെ കൈ വെട്ടിയാണ് എടുക്കണം കേട്ടോ. 2ആയിട്ട് വെട്ടിയിട്ട് നമുക്ക് ആ ചെറിയ പീസിൽ നിന്ന് തന്നെ കിട്ടും. മിക്കവാറും ഈ വണ്ണം ഉള്ളവർക്കും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ കിട്ടും. ഇങ്ങനെ വരും. ഇതിന്റെ പുറത്തൂടെ അടിക്കണ്ട കേട്ടോ. ഇതിന്റെ പുറത്തൂടെ അടിക്കാതെ തന്നെ നമുക്കിത് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ വരും ഒരു തയ്യൽ. ഇത് സാരമില്ല, കാരണം എന്ന് വെച്ചാൽ മിക്ക തുണികളിലും ഇങ്ങനെ കാണാറുണ്ട്. അത് തികയാതെ വന്നാലും കാണൂല, ചിലത് ഇടും, അല്ലെങ്കിലും ഇടും. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇതിന്റെ മടക്കി അടിക്കാം. 1/2 ഇഞ്ചിന് മടക്കി അടിക്കാം. നമ്മൾ 1/2 ഇഞ്ചിന് മടക്കി അടിച്ചു. എന്നിട്ട് നമുക്ക് 5 ഇഞ്ച് എലാസ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 2ഉം കൂടെ 10 ഇഞ്ച് എലാസ്റ്റിക്, 2 കൈക്കും കൂടെ 10 ഇഞ്ച് എലാസ്റ്റിക്. അതിന് 2ആയിട്ട് മുറിക്കുക. 2ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇവിടെ ഈ തയ്ച്ചിട്ടുണ്ടല്ലോ ഈ നടുക്ക്, അതിന്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം അടിക്കാൻ. താഴേന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എലാസ്റ്റിക്കിൽ ഒരു കെട്ട് കൊടുക്കണം. പക്ഷെ തയ്ക്കുമ്പോൾ താഴേന്നേ തച്ചു കൊടുക്കണം. ഇലാസ്റ്റിക് 1 ഇഞ്ച് വിട്ടടിച്ചാൽ മതി കേട്ടോ. ഇലാസ്റ്റിക്കിൽ ഒരു കെട്ടിട്ടിട്ട് അടിക്കണം. ഇതാ കറക്റ്റ് ഇങ്ങനെ നെടുക്കി പിടിക്കണം. ഒരുപാട് നെടുക്കരുത്, ഇതുപോലെ. ഒരുപാട് നെടുക്കം കൊണ്ട് വളഞ്ഞു കളയും. മറ്റേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഞെറുവായിട്ട് കിടക്കും. ഇവിടെ ഒരു കെട്ടിട്ടെടുക്കും. ഇതേ കണ്ടല്ലോ, നല്ല ഞെറുവായിട്ട് കിടക്കും. കണ്ടോ, ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് കൈയുടെ ഈ ഭാഗത്ത് ഞൊറിഞ്ഞ് കിടക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മറ്റേ സാധാരണ നമ്മൾ ടൈറ്റ് ആക്കി വെച്ചിട്ട് തയ്ച്ചിട്ട് ഞാൻ ഞൊറിഞ്ഞിടുകയാണ് ചെയ്യണ്ടേ. പക്ഷെ ഇതൊരു എലാസ്റ്റിക് വെച്ച് ഞാൻ അടിക്കുമ്പോൾ നല്ല ഞെറുവായിട്ട് കിടക്കും. അപ്പൊ നമുക്ക് ഈ കൈ കൂടെ അതുപോലെ അടിച്ചെടുക്കാം. ഇതിന് ഞാൻ പറയണ്ടല്ലോ, അറിയാലോ, നോക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇതിന്റെ കൂടെയുള്ള വേറെ 2 ടോപ്പ് വീനെക്കാണ്. പക്ഷെ അത് ഞാൻ ഇനിയിപ്പോ വീഡിയോ എടുക്കുന്നില്ല.
ഇതൊരെണ്ണം ഇതേ അളവാണ്, വീനക്കാണെന്നേ ഉള്ളു, കഴുത്ത് രണ്ടും വീനക്ക. അതുകൊണ്ട് അതെടുക്കണില്ല. ഇനി അടുത്ത് വേറെ എന്തെങ്കിലും മോഡൽ തയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ എടുക്കാൻ സമയം ഉള്ളപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മോഡലൊന്നും അടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ സമയം ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല, അതാണ് വിഷയം. ഇപ്പം നമ്മൾ നല്ല തിരക്കായിരുന്നു, യൂണിഫോമൊക്കെ ആയിരുന്നു, ഇതുവരെ തീർന്നില്ല, ഇനിയും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ സ്കൂളിലെ യൂണിഫോം കൊടുക്കാൻ തുടങ്ങിയില്ല. ഇവിടെ ഒരു 3 സ്കൂളുണ്ട്, അടുത്ത് ഒരു ചുറ്റുപാട് 3 സ്കൂളുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ യൂണിഫോം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കണം. ഈ പ്രാവശ്യം അധികം നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല. ഇനി ഇവിടുത്തെ സ്കൂളിലെ യൂണിഫോം നമുക്ക് വരും, അപ്പം നല്ല വീണ്ടും തിരക്കാവും. അപ്പം നമുക്ക് 1 ഇഞ്ച് വിട്ടാണ് വീണ്ടും ഇതിലടിക്കേണ്ടത്. പക്ഷെ അടിക്കുമ്പോൾ താഴേന്ന് അടിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇലാസ്റ്റിക് 1 ഇഞ്ച് വിട്ട് അടിച്ചാൽ മതി. ആവശ്യത്തിന് മാത്രം നെടുക്കി വെച്ച് കൊടുക്കുക. ഒരുപാട് നെടുക്കരുത്. ഒരുപാട് നെടുക്കുമ്പോൾ ആ കൈയിനും ഈ കൈയിനും ഇലാസ്റ്റിക് രണ്ട് സൈസിലിരിക്കും കേട്ടോ. ഒരു ഇലാസ്റ്റിക് മുകളിലോട്ടും കയറിയിരിക്കും, ഒരു ഇലാസ്റ്റിക് താഴെ ഇരിക്കും. അപ്പം നമ്മൾ രണ്ടും ഒരളവിന് അടിച്ചെടുക്കുക. അപ്പം ഞാൻ അളവ് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്ക് വെച്ച് അറിയാം കറക്റ്റ് ആയിരിക്കുമെന്ന്. കണ്ടോ, കറക്റ്റാണ്. ഇതുപോലെ 2 സൈഡും ഒരേപോലെ 2 ഇലാസ്റ്റിക്കും ഒരേ അളവിൽ തന്നെ തയ്ച്ചെടുക്കണം. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി എൻ്റെ കൈ അടിച്ചെടുക്കാം. എൻ്റെ കൈ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കൈക്കുഴി കറക്റ്റാണ്. ഇതിൻ്റെ നടുവിൽ ഈ തയ്യലുണ്ടല്ലോ, ഈ തയ്യലും ഇതിൽ നമ്മൾ തുണി തികയാത്തോണ്ട് തയ്ച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഈ തയ്യലുമായിട്ട് ചേർത്ത് വെച്ചടിക്കുക. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ പകുതി അടിക്കുക. ഇങ്ങനെ ഇതിന്റെ പകുതി അടിക്കുക, പകുതിയിൽ നിന്ന് അടിച്ചു തുടങ്ങുക. അപ്പൊ ഇങ്ങറ്റാകുമ്പോ കറക്റ്റ് ആയി. കൈക്ക് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ. കൈക്ക് ലൈനിങ് വേണ്ട. ഇത് നല്ല അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്, ലൈനിങ്ങേ വേണ്ട. പക്ഷെ ഇതിൽ വെച്ചിരിക്കുന്ന ലൈനിങ്ങും തീരെ കട്ടിയില്ല, പെട്ടെന്ന് ചീത്തയായിരിക്കും. ഇതുപോലത്തെ ലൈനിങ്ങുകൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തുണി ഉണ്ടെങ്കിൽ പോലും ഒരു 5 ഇഞ്ച് മുകളിൽ താഴെ 5 ഇഞ്ച് കുറച്ച് വേണം തയ്ക്കാൻ, അല്ലെങ്കിൽ ലൈനിങ് കൊണ്ട് തൂങ്ങിക്കളയും. കണ്ടോ, ഇത് കറക്റ്റ് കണ്ടോ, ഈ 2 തയ്യലും തമ്മിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കും. കണ്ട, അതിനാണ് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞത്. കണ്ട, ഈ 2 തയ്യലും ഇവിടെ നേ വന്നതുപോലെ തോന്നും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പിടിച്ചടിക്കുക. അതുപോലെ തന്നെ അപ്പുറത്ത് കൈ അടിക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് അടിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് അടിക്കുക, അല്ലെങ്കിൽ പകുതി വീതം അടിക്കുക. ആദ്യം മിഡിൽ അടിക്കുക ഒരു ഭാഗം, അടുത്ത് പിന്നെ ഒരു ഭാഗം അടിക്കാം. എൻ്റെ ജോലി കഴിഞ്ഞതുമായി, നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടതുമായി. അപ്പൊ നിങ്ങൾക്കും പഠിക്കാം, എനിക്ക് എൻ്റെ ജോലിയും ചെയ്യും. നമ്മളിതിൻ്റെ കൈ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ മുഴുവനും 2 കൈയും തയ്ച്ചു കേട്ടോ. ഈ 2 കൈയും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം കണക്കാക്കി അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നിങ്ങൾ പിടിച്ചു നോക്കണം. ഈ കൈക്കുഴിയിൽ അവിടെ വരുമ്പോൾ ഒരേ അളവിനിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അല്പം അടിച്ച് മറ്റേ കൈയുടെ സൈഡ് അടിച്ച് കുറയ്ക്കുക. ഇതിപ്പോൾ കറക്റ്റാണ്, പക്ഷെ നോക്കിക്കോണം കേട്ടോ. ഇവിടെ 7 ഇഞ്ചാണ് നമുക്ക് വണ്ണം വരുന്നത്. 7 ഇഞ്ച് മുകളിൽ വരുമ്പോൾ 13 ഇഞ്ച് വണ്ണം. നമ്മൾ 6.5 നേരത്തെ എടുത്തപ്പോൾ പറഞ്ഞു. അപ്പം 13 ഇഞ്ച് വണ്ണമാണ്. ചെസ്റ്റ് വരുമ്പോൾ നമുക്ക് 40 വേണം. 39 ചില്ലറേ ഉള്ളൂ, പക്ഷെ 1 ഇഞ്ച് വണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശകലം വണ്ണം കൂട്ടിയിടാം. അല്ലെങ്കിലും കോട്ടൺ തുണി തയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണതാണ് നല്ലത്. നനച്ച് വരുമ്പോൾ ചുരുങ്ങും. പുറത്തോട്ട് രണ്ട് തയ്യൽ വേണം കേട്ടോ. 2 തയ്യലും ലോക്കും വേണം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു തയ്യലിൻ്റെ ഇപ്പുറം ഒരു 1/4 ഇഞ്ചിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു തയ്യലൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുക. ലോക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ സൈഡ് അടിച്ചിട്ട്, സൈഡ് അടിക്കുന്നത് കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. രാജി അടിച്ചാൽ നിങ്ങൾക്ക് സൈഡ് അടിക്കുന്നത് കാണാൻ പറ്റില്ല. ഇവർക്ക് സ്ലിറ്റ് അടിക്കുന്നത് രാജിയാണ് എനിക്ക് സാധാരണ സ്ലിറ്റ് അടിക്കുന്നത്. സ്ലിറ്റിൻ്റെ അതുവരെ അടിച്ച് വെച്ച് കൊടുക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ നാളെ പറയില്ലേ ഞാൻ സ്ലിറ്റ് അടിക്കുന്നത് കണ്ടില്ല ചേച്ചി എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഫുൾ അടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് മടക്കി അടിക്കാം. ലൈനിങ് 1/2 ഇഞ്ചിൽ ആണ് മടക്കി അടിക്കുന്നത്. 2 മടക്കാണ് ലൈനിങ്. 2 മടക്കിട്ട് മടക്കി അടിക്കണം. അങ്ങറ്റം വരെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. സ്ലിറ്റ് എന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ 2 പീസും കൂടെ ഒരുമിച്ച് ചേർത്ത് അടിച്ചിട്ടുണ്ട്. കണ്ട, കുറച്ച് എക്സ്ട്രാ എൻഡ് കിടപ്പുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇനി മറ്റേ വശവും നമുക്കിതുപോലെ അടിച്ചെടുക്കാം.
രണ്ട് ലൈനിങ്ങും ഈ നല്ല വശവും കൂടെ ചേർത്ത് ഒരുമിച്ച് വെച്ച് അടിക്കാം. സ്ലിറ്റിൻ്റെ താഴോട്ടാണ് കേട്ടോ ഇത് അടിക്കുന്നത്. സ്ലിറ്റ് വരയിൽ നമ്മൾ നേരത്തെ ഒരുമിച്ച് അടിച്ചോളൂ. അപ്പോൾ ഓപ്പൺ ആൻ്റെ അവിടം വരെ നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് അടിച്ചെടുക്കുവാണ്. രണ്ടും കൂടെ ചേർത്ത് വെച്ച് അടിക്കണം. എൻഡ് വരെ അടിച്ചു കൊടുക്കുക. രണ്ട് സൈഡ് നമ്മൾ ലൈനിങ് മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ലെവൽ ചെയ്ത് വെട്ടിക്കൊടുത്തു. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടി. അതായത് ഓപ്പൺ അടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മളിനി കട്ട് ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ. അവിടെ കട്ട് ചെയ്യാതെ തന്നെ മടക്കി അടിക്കണം. കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഇഞ്ച് വണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് താഴേന്ന് സ്ലിറ്റിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിൽ നിന്ന് മുകളിലോട്ട് 1/2 ഇഞ്ച് വീതിക്ക് മടക്കി അടിക്കാം. എല്ലാം 1/2 ഇഞ്ച് മതി കേട്ടോ. 1/2 ഇഞ്ചിൽ തന്നെ ബോട്ടവും സ്ലിറ്റും ഒക്കെ അടിച്ചെടുക്കാം. 2 അടി അടിക്കണമെന്ന് മാത്രം. ആദ്യം നമ്മൾ ഒരു അടി അടിച്ചിട്ട് കണ്ടോ, അവിടെ ഈ എൻഡ് വരുമ്പോൾ ഒരു കെട്ടിട്ടിട്ട് നല്ലൊരു കെട്ടിട്ട് എടുക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു തുണ്ട് അടിച്ചു കൊടുക്കാം. നമുക്കറിയാം ഒരു ത്രികോണം പോലെ ഒരു പീസ് ഇട്ടിട്ട് കോണ് തിരിച്ച് ഒരു പീസ് ഇട്ട് അവിടെ അടിക്കാറുണ്ട്. ഇത് നമുക്കൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. കെട്ട് നല്ലോണം കെട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ അവിടെ ഇറുവുമ്പോഴത്തേക്കും വിട്ടുപോകും പെട്ടെന്ന്. അപ്പോൾ ഒരു സ്ലിറ്റ് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ താഴേറ്റം വരെ ഒരടി അടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ എൻഡ് വരെ അടിച്ചിട്ട് നിർത്തിയെടുക്കണം. ഇപ്പം നമ്മൾ എൻഡ് വരെ അടിച്ചു. അപ്പം നമുക്ക് ഒരു സൈഡ് അടിച്ച് കണ്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് സ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്ക് വളവൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വെട്ടാതെ അടിച്ചാൽ നമുക്ക് 1 ഇഞ്ച് വണ്ണം കൂട്ടണമെങ്കിൽ പിന്നീട് കൂട്ടിയെടുക്കാം. അതായത് അവിടെ പൊളിച്ചിട്ട് നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റും. 2 സൈഡും കൂടെ ആകുമ്പോൾ ഏകദേശം 2 ഇഞ്ചോളം നമുക്ക് വണ്ണം കൂട്ടാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ അവിടെ നിന്ന് അടിച്ചിട്ട് അടുത്ത സ്ഥലവും അടുത്ത മറുവശവും അടിച്ചു കൊടുക്കാം. അപ്പുറത്തെ സ്ലിറ്റും നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം കണ്ടോ. അപ്പം ഈ സ്ലിറ്റ് നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വെട്ടുന്നത് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത സ്ലിറ്റും അടിച്ചെടുക്കുവാണ്. അതും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 സ്ലിറ്റും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡ് അതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് വെച്ച് അടച്ചാൽ മതി. 2 മടക്ക് മടക്കണം കേട്ടോ. ഒരു ചെറിയ മടക്കും 1/2 ഇഞ്ചിൻ്റെ മടക്കും മടക്കി ബോട്ടം അടിക്കാം. അതിൻ്റെ ടോപ്പിൻ്റെ എൻഡ് അടിച്ചു കൊടുക്കാം. നമ്മളിനി ഇതിൻ്റെ ഈ സൈഡ് മറ്റു സൈഡ് കൂടെ അടിച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് വീതിക്കാണ് കേട്ടോ എല്ലായിടവും അടിക്കേണ്ടത്. 1/2 ഇഞ്ച് വീതിക്ക് അടിച്ചാൽ മതി. നമ്മളിങ്ങനെ അവിടെയും 1/2 ഇഞ്ച് വീതിക്ക് അടിച്ചെടുത്തു. അവിടെ അടിച്ചു. അപ്പം നമുക്ക് എല്ലാ സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട്. 4 സൈഡും അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു തുമ്പിലൂടെ അടിച്ചാൽ 4 സൈഡും അടിച്ച് പോവാം. എൻഡിലൂടെ ഒരടി അടിച്ച് 4 സൈഡ് ഈ സൈഡിൽ കൂടെ അടിച്ച് പിന്നെ സ്ലിറ്റിൽ കൂടെ അടിച്ച് ബാക്കിൽ കൂടെ അടിച്ച് 4 സൈഡും ഒരേപോലെ അടിക്കണം. നമുക്കത് നൂല് കട്ട് ചെയ്യാതെ തന്നെ അടിക്കാം. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് അടിച്ച് പോവാം കണ്ടോ. തിരിച്ച് നമ്മൾ വീണ്ടും ഓപ്പണിൻ്റെ മുകളിലോട്ട് അടിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഓപ്പണിൻ്റെ സൈഡിലോട്ട് അടിച്ച് മൊത്തം നമ്മൾ കവർ ചെയ്ത് 4 സൈഡും അതിൻ്റെ എൻഡിലൂടെ അടിച്ച് നമ്മൾ ടോപ്പ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പ്. ഇപ്പം നമുക്ക് ഈ കൊച്ചിപ്പോൾ വരും. വന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരാനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ തയ്ച്ച ടോപ്പാണ്. കൊച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഇട്ടിട്ട് തന്നെയാണ് ആ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ടോപ്പ്. നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ. ഓക്കെ ബൈ.